നമസ്കാരം, പ്രസാദാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നത് ഞാൻ ഈ അടുത്ത് കണ്ട ഒരു പഴയ മലയാള സിനിമയെക്കുറിച്ച് പറയാനാണ്. ഞാൻ ജിയോ പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് ഈ സിനിമ കണ്ടിട്ടുള്ളത്. 1982 പുറത്തിറങ്ങിയ ശ്രീ കെ ജി ജോർജ് സംവിധാനം ചെയ്ത യവനിക എന്ന് പറഞ്ഞ ഒരു മലയാള സിനിമ. അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് വന്നത്. ഈ സിനിമയുടെ പ്രമേയം എന്ന് പറയുന്നത് ഒരു നാടക സംഘത്തെ ചുറ്റിപ്പറ്റിയിട്ടാണ്. ഒരു നാടക സംഘത്തിലെ തബലിസ്റ്റ് ആയിട്ടുള്ള അയ്യപ്പന്റെ തിരോധാനവും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളാണ് ഈ സിനിമയുടെ ഉള്ളടക്കം. ഈ സിനിമയിലെ തിരക്കഥയും സംഭാഷണവും എസ് എൽ പുരം സദാനന്ദനാണ് എഴുതിയിട്ടുള്ളത്. ഗാനങ്ങൾ എഴുതിയത് ONV കുറുപ്പ്, സംഗീതം MB ശ്രീനിവാസൻ. ഇവരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ. സംവിധാനം കഥയും KG ജോർജിൻ്റെത്. ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ഭരത് ഗോപി, മമ്മൂട്ടി, തിലകൻ, ജഗതി ശ്രീകുമാർ, വേണുനാഗവള്ളി, നെടുമുടി വേണു, അശോകൻ, പിന്നെ നായികയായിട്ട് നമ്മുടെ ജലജ, കുട്ടിയെടുത്തി വിലാസിനി, തൊടുപുഴ വാസന്തി തുടങ്ങിയുള്ള താരങ്ങളാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. 43 വർഷം മുന്നെയാണ് ഈ സിനിമ ഇറങ്ങിയിട്ടുള്ളത്. ഇന്നും ഇതേ പാറ്റേണിലുള്ള കുറ്റാന്വേഷണ ചിത്രങ്ങൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അത് വെച്ച് ആലോചിക്കുമ്പോൾ അന്നത്തെ ആളുകളുടെ റേഞ്ച് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. വലിയ താല്പര്യത്തോട് കൂടിയിട്ടല്ല ഞാൻ ഈ സിനിമ കാണാൻ ഇരുന്നത്. യവനിക എന്നുള്ള പേര് കേട്ടപ്പോൾ ഞാൻ കരുതി ഒരു ശോകം സിനിമയായിരിക്കും, ഒരു അവാർഡ് ടൈപ്പ് പടമായിരിക്കും, വലിയ സുഖമൊന്നും ഉണ്ടാവില്ല കാണാമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നത്. പക്ഷെ സിനിമ കണ്ടു തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഒരു റേഞ്ച് എനിക്ക് മനസ്സിലാവുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് യവനിക. 4 പാട്ടുകളുണ്ട് ഇതിൽ. 4 പാട്ടുകളിൽ 2 പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. ഒന്ന് ഭാരതമുനി ഒരു കളം വരച്ചു എന്നുള്ള ഗാനം, 2 ചെമ്പക പുഷ്പ സുവാസതയാമെന്നുള്ള പാട്ട്. ഈ 2 പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്. ഇത് രണ്ടും ഈ സിനിമയിലാണെന്ന് മനസ്സിലാവുന്നത് ഇത് കണ്ടു തുടങ്ങിയതിന് ശേഷമാണ്. അല്ലെങ്കിൽ പാട്ട് കേൾക്കാന്നല്ലാണ്ട് ഏത് സിനിമയിലെ പാട്ടാണെന്നുള്ളത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ലായിരുന്നു. ഒന്നാമത് 1982 പുറത്തിറങ്ങിയ സിനിമയാണ്. പഴയ സിനിമകൾ കാണാറുണ്ടെങ്കിൽ അങ്ങനെ തെരഞ്ഞു പിടിച്ച് കാണാറൊന്നുമില്ല. അങ്ങനെ ഇപ്രാവശ്യം ഒന്ന് തെരഞ്ഞു പിടിച്ച് കണ്ട സിനിമയാണ് യവനിക. കണ്ടത് വെറുതെ ഇല്ല, വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ്. കാണാത്തവർക്ക് ജിയോ പ്ലസ് ഹോട്ട്സ്റ്റാർ ഉണ്ട്, കയറി കാണാവുന്നതാണ്. ഒരു തരത്തിലുമുള്ള ലാഗ് ഇല്ലാതെ ഇരുന്ന് കാണാൻ പറ്റിയൊരു സിനിമയാണത്. നമുക്ക് വളരെ ത്രില്ലിംഗ് ആയിട്ട് ഇൻട്രസ്റ്റോട് കൂടി ഇരുന്ന് കാണാൻ പറ്റിയ ഒരു മലയാള സിനിമ. അതും 1982 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു മികച്ച കുറ്റാന്വേഷണ ചിത്രം. അതാണ് യവനിക. ഞാൻ വായിച്ച പുസ്തകങ്ങളും കണ്ട് ഇഷ്ടപ്പെട്ട സിനിമകളുമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ഇതേപോലുള്ള വീഡിയോകളായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.